മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ ഒരു 3 മൂട് കപ്പ നട്ടിരുന്നു. അപ്പോൾ ഇത് 2 തട്ടുകളായിട്ട് കിഴങ്ങുണ്ടാവത്തക്ക രീതിയിലാണ് ഈ കപ്പ ഞാൻ നട്ടിരിക്കുന്നത്. അപ്പോൾ അത് കിളിച്ചു. അപ്പോൾ ഈ പരുവാകുമ്പോഴാണ് ആദ്യത്തെ വളപ്രയോഗം ചെയ്ത് ഇതിൻ്റെ മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് സംബന്ധിച്ചാണ് ഇന്നത്തെ എൻ്റെ കൃഷി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, കപ്പ എന്ന് പറയുമ്പോൾ കേരളീയർക്ക് മറക്കാനാവാത്ത ഒരു കിഴങ്ങു വർഗ്ഗ വിളയാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ അരിക്ക് ക്ഷാമമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ ഭക്ഷണത്തിലെ പ്രധാന പങ്ക് വഹിച്ചിരുന്നത് കപ്പയാണ്. കപ്പ പുഴുക്കായും വേവിച്ചും അതുപോലെ തന്നെ തോരനായിട്ടും ഉപ്പേരിയായിട്ടും അവലായിട്ടും അവൽ ചീനിയായിട്ടും ഒക്കെ നമ്മൾ കപ്പ ഉപയോഗിച്ചിരുന്നു. ദീർഘകാലത്തേക്ക് കപ്പ സൂക്ഷിക്കുന്നതിന് വേണ്ടി വാട്ടി ഉണക്കി സൂക്ഷിക്കുക പതിവായിരുന്നു. വാട്ടച്ചീനിയോടൊപ്പം തന്നെ അല്പം കാന്താരിമുളകും ചുവന്നുള്ളിയും വെളിച്ചെണ്ണയും വെളുത്തുള്ളിയൊക്കെ ഉടച്ച് കഴിക്കുന്നതിൻ്റെ രുചി വളരെ നല്ലതാണ്. കപ്പയുടെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ഊർജ്ജം വർദ്ധിപ്പിക്കുവാൻ, നല്ല ജോലി ചെയ്യാനുള്ള ആരോഗ്യം കിട്ടാൻ കപ്പ കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. കപ്പയെപ്പറ്റി ഇപ്പോൾ ഒരുപാട് തെറ്റായ പ്രചരണങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പ്രമേഹം വർദ്ധിപ്പിക്കുമെന്നും ഒട്ടനവധി രോഗങ്ങളുണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്തൊന്നും യാതൊരു അടിസ്ഥാനമില്ല. പിന്നെ കപ്പ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കപ്പ കഴിക്കുന്നുണ്ടെങ്കിൽ കപ്പയോടൊപ്പം അല്പം ഇറച്ചിയോ അല്പം മീൻ കറിയോ കഴിക്കുക. ചോറോ മറ്റ് ഒന്നും തന്നെ അന്നേരം കഴിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കലോറി എല്ലാം തന്നെ ഈ കപ്പയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഇത് ഏത്തക്കപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരിനം മരച്ചീനിയാണ്. അപ്പം ഈ ചീനിയുടെ ഏത്തക്കപ്പ എന്ന പേര് കിട്ടുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് വെന്ത് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ പുഴുക്കനായിട്ടിത് എടുത്ത് അത് വേവിച്ച് കഴിഞ്ഞാൽ മഞ്ഞ നിറമായിരിക്കും. ഒപ്പം ഏത്തക്കയുടെ ഒരു സ്വാദും നമുക്കതിനുണ്ട്. അപ്പം മഞ്ഞ കളർ വരും. അതുകൊണ്ടായിരിക്കാം ഏത്തക്കപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ നല്ല കിഴങ്ങ് പിടുത്തമുള്ള ഒരു കപ്പയാണ്. അപ്പം ഞാൻ ഇതിന് വളം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും ഒക്കെയാണ് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ഒറ്റയ്ക്ക് ഒരാൾക്ക് നമുക്ക് ഉള്ള സ്ഥലത്ത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കപ്പയും മറ്റ് പച്ചക്കറികളും ഒക്കെ എങ്ങനെ കൃഷി ചെയ്തെടുക്കാം എന്നാണ് ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് വീഡിയോകൾ പങ്കുവെക്കുന്നത്. അപ്പോൾ ഇത് എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ഒരാൾക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്ന കൃഷി രീതികളാണ്. അപ്പോൾ ഇത്തരം കൃഷി രീതികൾ മനസ്സിലാക്കാനും കൃഷി കാഴ്ചകൾ കാണാനും സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. അത് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം കൃഷി എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് സംസ്കാരമാണെന്ന് നമ്മൾ പറയുമ്പോൾ ചില ദോഷെതിർക്കുകൾ ഇതിനകത്തൊക്കെ ഒഴിഞ്ഞു കയറി ഫേക്ക് ഐഡിയ ഒക്കെ ഉണ്ടാക്കി പരസ്പര ബഹുമാനമില്ലാത്ത കമൻറ്റുകളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിലും അങ്ങനെ ചില കമൻറ്റുകളൊക്കെ വരാറുണ്ട്. ഞാൻ ആ ദോഷെതിർക്കുകളുടെ പ്രൊഫൈലൊക്കെ എടുത്ത് ആ ദോഷെതിർക്കളെ കണ്ടുപിടിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട ദോഷെതിർക്കളെ, കപ്പ ഉൾപ്പെടെയുള്ള ഏത് കൃഷിയായാലും ഈ ചെയ്ത രീതികളും നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ പരീക്ഷിച്ച് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ കളയുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് വേണ്ടിയല്ല, ദോഷെതിർക്കൾക്ക് വേണ്ടിയല്ല ഒരു യൂട്യൂബറും ആ ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നത്. പകരം ഇത് കാണാനും അത് ഇഷ്ടപ്പെടാനും അത് ചെയ്തു നോക്കാനും ഒക്കെ താല്പര്യമുള്ള ഒട്ടനവധി സുമനസ്സുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് വേണ്ടിയാണ് എന്ന കാര്യം ദോഷെതിർക്കൾ മനസ്സിലാക്കണം. പിന്നെ ദോഷെതിർക്കളോട് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ദോഷെതിർക്കളെ, നിങ്ങൾ മറ്റൊരാളുടെ നേർക്ക് ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കിയുള്ള 4 വിരലുകളും നിങ്ങളിലേക്കാണ് ചൂണ്ടുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ഒരു ചാനലിനെതിരെ അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തിനെതിരെയൊക്കെ എന്തെങ്കിലും ദോഷെതിർക്കുകളുടെ രൂപത്തിൽ സംസാരിച്ചാൽ ആ വിഷം നിങ്ങളിൽ തന്നെ വന്നെത്തുകയും നിങ്ങൾക്ക് അകാല മൃത്യു എന്ന് വെച്ചാൽ നിങ്ങളുടെ നാശം അടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദോഷെതിർക്കളെ നമുക്ക് വിട്ടുകളയാം. അവർ സ്വയം നശിക്കട്ടെ. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കൃഷിക്കാഴ്ചകൾ കാണാനും ഒക്കെ താല്പര്യമുള്ളവർ, ഇതാദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിലും നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതുപോലെ തുടർച്ചയായി ഇന്നുവരെ വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന, എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും എൻ്റെ അഭ്യുതാകാംക്ഷകൾക്കും ബന്ധുമിത്രാദികൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉൾത്തനറകളിൽ നിന്ന് വളർത്തിയെടുത്ത നന്ദിയുടെ, സ്നേഹത്തിൻ്റെ, ഊഷ്മളതയുടെ നിറക്കുംഭങ്ങൾ അർപ്പിക്കുകയാണ്. അപ്പം എന്തൊക്കെയാണ് നമുക്ക് ഇതിന് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് എല്ലുപൊടിയാണ്. കിഴങ്ങ് വർഗ്ഗ വിളകൾക്ക്, പ്രത്യേകിച്ച് മരച്ചീനിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വളമാണ് എല്ലുപൊടി.
അപ്പോൾ എല്ലുപൊടി നമ്മൾ വളക്കട ചെന്നാൽ 2 തരത്തിലുള്ള എല്ലുപൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒന്ന് ഈ സൈസ്, ഇത് നോക്കിയാട്ടെ, ഇതിന് ഇച്ചിരി വില കൂടുതലാണ്. അപ്പം ഞാൻ ഈ സൈസാണ് മേടിക്കുന്നത്. മറ്റൊന്ന് ഇച്ചിരി വില കുറഞ്ഞുകൊണ്ട് അതിനകത്ത് ഇതുപോലുള്ള ആയിരിക്കത്തില്ല, കുറച്ച് വ്യത്യാസമായിരിക്കും. അപ്പം ഞാൻ ഇതാണ് വാങ്ങിക്കുന്നത്, ഇച്ചിരി വില കൂടുതലാണ്. ഇത് ഒരു കൈ എല്ലുപൊടി ഉണ്ട്, അല്പം അകലെ കൂട്ടി വട്ടം ഒന്ന് കീറി കൊടുക്കുകയാണ്. കണ്ടോ? സുഹൃത്തുക്കളെ, രണ്ടാമതായിട്ട് എല്ലുപൊടി മാത്രമല്ല, രണ്ടാമത് ചാരം വിട്ട് കൊടുക്കണം. ചാരം നമുക്കറിയാം, ഈ ചീനിക്ക് അതായത് കപ്പയ്ക്ക് വലിയ കിഴങ്ങുകളുണ്ടാവാനും കിഴങ്ങുകൾക്ക് സ്വാദ് കൂടാനും ഒക്കെയാണ് നമ്മൾ ചാരം വിതറി കൊടുക്കുന്നത്. പിന്നെ ഇത് പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് എന്നാൽ ചീനിക്ക് ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം, യാതൊരു കുഴപ്പമില്ല. ഇലകൾ, ഇപ്പോൾ ചീര പോലെയുള്ള ഇലകൾ നമ്മൾ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇലകൾ പറിച്ചെടുക്കുന്ന ഇലകൾ മാത്രം ഉപയോഗിക്കുന്ന ചെടികൾക്ക് നമ്മൾ സത്യത്തിൽ പൊട്ടാഷ് വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ചീനിക്കൊക്കെ നമുക്ക് ഇഷ്ടം പോലെ പൊട്ടാഷ് വളം ഇട്ട് കൊടുക്കും. 2 കൈ പൊട്ടാഷ് വളമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനിയാണ് ഇത് എങ്ങനെയാണ് മണ്ണ് അടിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോൾ ഇട്ടതെല്ലാം ഖരരൂപത്തിലുള്ള വളങ്ങളാണ്. അതായത് എല്ലുപൊടി, ചാരം, ഇതൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ ഒഴുക്കി കൊടുക്കാൻ പോകുന്നത് ഒരു ലായനി രൂപത്തിലുള്ള വളമുണ്ട്. ഈ ലായനി രൂപത്തിലുള്ള വളം എന്ന് വെച്ചാൽ ഇത് കടലപ്പിണ്ണാക്ക് വെള്ളത്തിനകത്തിട്ട് ലയിപ്പിച്ച വളമാണ്. അപ്പോൾ കടലപ്പിണ്ണാക്ക് 2 കിലോ കടലപ്പിണ്ണാക്ക് ഞാൻ ഒരു വലിയ ജാറിനകത്തിട്ട് അത് നിറയെ വെള്ളം ഒഴിച്ച് വെച്ച് അടച്ച് കെട്ടി വെച്ചു. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്തു. അപ്പോൾ ഈ 10 ദിവസം വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കും. എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിനകത്ത് ഒരു 6-7 പാത്രം വെള്ളം കൂടെ ചേർത്ത് യോജിപ്പിച്ച ലായനിയാണ് ഇത്. നമുക്ക് ഈ കപ്പയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ വളരെ പെട്ടെന്ന് കപ്പ വിളഞ്ഞു കിട്ടും. ഒപ്പം നല്ല തൂക്കമുള്ള സ്വാദിഷ്ടമായ കപ്പക്കിഴങ്ങുമായിരിക്കും. ഇത്രയാണ് ഞാൻ എൻ്റെ കപ്പകൾക്ക് ചെയ്യുന്ന വളങ്ങൾ. അപ്പോൾ ഇത് ഒഴിക്കുമ്പോഴൽപ്പം ദൂരെ കൂട്ടി ഒഴിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇതൊരു മാസത്തിൽ ഒരു 2-3 തവണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മൾ ഈ കര രൂപത്തിലുള്ള വളങ്ങൾ ഇട്ട് കൊടുത്താൽ അത് മഴയൊക്കെ പെയ്ത് വെള്ളമായിട്ടൊക്കെ ലയിച്ച് വലിച്ചെടുക്കാൻ അല്പം സമയമെടുക്കും. ഇതാണെങ്കിൽ നാളെ മുതൽ തന്നെ നമ്മൾ വലിച്ചെടുക്കും. മഴയുള്ള സമയങ്ങളിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ വളം ഒഴിച്ചു കൊടുക്കരുത്. കാരണം മഴയില്ലാത്ത സമയങ്ങളിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇത് സാധാരണ ഒരാൾക്ക് ചെറിയ വീട്ടിലേക്ക് ആവശ്യമുള്ള കൃഷി രീതികളാണ് ഞാൻ ഈ കാണിച്ചതൊക്കെ. ആയിരക്കണക്കിന് 10,000-കണക്കിന് മൂട് ചീരിയിടുന്നവരും ഏക്കർ കണക്കിന് കൃഷി ഇടുന്നവരും ഒക്കെ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അത്യാധുനിക യന്ത്ര സാമഗ്രികളും അപ്പോൾ അങ്ങനെ ചെയ്യുന്നതൊക്കെ വിപണനത്തിന് വേണ്ടിയിട്ടാണ്, വാണിജ്യാടിസ്ഥാനത്തിൽ വിൽക്കാൻ വേണ്ടിയാണ്. അതിനൊക്കെ രാസവളങ്ങളും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത്. പല ദോഷെതിർക്കുകളും അങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് അല്പമെങ്കിലും പുരയിടം ഉണ്ടെങ്കിൽ നമ്മുടെ പുരയിടം കാട് പിടിച്ച് വല്ലാതായി കിടക്കുന്നതിനേക്കാൾ നല്ലത് ഇത്തരത്തിൽ നമുക്കും
നമ്മളെ ആശ്രയിക്കുന്നവർക്കും ആഹാരം നൽകുന്ന, അന്നം നൽകുന്ന ഇത്തരത്തിലുള്ള സസ്യങ്ങൾ, കൃഷികൾ ചെയ്യാമെങ്കിൽ നമ്മുടെ പുരയിടങ്ങൾ നല്ല രീതിയിൽ പച്ചിപ്പ് കാണാനും ഒപ്പം നമ്മുടെ വീടും പരിസരവും നന്മകളാൽ സമൃദ്ധിയാകാനും നമുക്ക് ആനന്ദലപ്തി ലഭിക്കാനും കഴിയും. അപ്പോൾ അതിന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചെറിയിൽ നിന്ന് പരിശ്രമിക്കണം. ഒപ്പം നമ്മുടെ ആരോഗ്യം നിലനിർത്താനും ആയുസ് നിലനിർത്താനും നമ്മുടെ ഏകാന്തത ഒഴിവാക്കാനും ഒട്ടനവധി രോഗങ്ങളില്ലായ്മ ചെയ്യാനും കൃഷി ചെയ്യുന്നതിലൂടെ നമുക്ക് കഴിയും എന്ന് സഭനെ അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.